വെൽക്കം ടു ഫ്യൂഷൻ തലശ്ശേരി. എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു. ഈ ഒരു മാമ്പഴക്കാലത്ത് ഒരുപാട് മാമ്പഴ വിഭവങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഈസി ആയിട്ടുള്ള കടുമാങ്ങ പച്ചടി കൂടി ഉണ്ടാക്കിയാലോ? പലർക്കും അറിയാവുന്നതായിരിക്കും, എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്രദമാകുമല്ലോ എന്ന് കരുതുന്നു. വെറും 2 മിനിറ്റിൽ ചെയ്യാവുന്ന, ഒരു കൊച്ചു കുട്ടിക്ക് പോലും ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഒരു കടായി ചൂടാക്കാൻ വെക്കുക. കടായി ചൂടായി കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ 1.5 ടേബിൾ സ്പൂൺ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയ ഉടനെ തന്നെ ഒരു 10-12 കായ്മുളക് കൂടെ ചേർക്കുക. അത് അങ്ങനെ തന്നെ ചേർത്താലും മതി, കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം ക്യൂബ്സ് ആയിട്ട് മുറിച്ച അധികം പഴുപ്പില്ലാത്ത അത്യാവശ്യം മധുരമുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുക. ഒരുപാട് പഴുക്കാനും പാടില്ല, എന്നാൽ തീരെ പഴുക്കാതിരിക്കാനും പാടില്ല. മീഡിയം പഴുപ്പ് മതിയാവും. അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കുക. ചില്ലി ഫ്ലേക്സ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. അതിനുശേഷം വേറെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് ഒരല്പം മഞ്ഞൾ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 1.5 ടീസ്പൂൺ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. കല്ലുപ്പാകുമ്പോൾ കൂടുതൽ ടേസ്റ്റിയാണ്. അതിനുശേഷം 1/2 കപ്പ് വിനീഗർ കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കടുമാങ്ങ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ ഈസി ആയിട്ടുള്ള ഈ ഒരു കടുമാങ്ങ തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. 2 ആഴ്ചയോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഗൾഫിലോ എവിടെയെങ്കിലും കൊടുത്തയക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുത്തയക്കാനും വളരെ എളുപ്പമാണ്. എന്നാൽ 2 ആഴ്ച നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാനും പറ്റും. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം, അത് നിർബന്ധമാണ്. നന്നായിട്ട് ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് ബോട്ടിലുകളിലേക്ക് ഇട്ട് വെക്കാം. ഈ ഒരു പച്ചടി ഉണ്ടല്ലോ, പൊതിച്ചോറിൻ്റെ കൂടെയും നമ്മുടെ സാദാ ചോറിൻ്റെ കൂടെയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. ഇനി നമ്മുടെ കടുമാങ്ങ ഉണ്ടാക്കിയ ഈ ഒരു പാത്രം ഉണ്ടല്ലോ, ഇതിൽ കുറച്ച് ബാക്കിയുണ്ട് കടുമാങ്ങ. അതിലേക്ക് ചോറിട്ടിട്ട് കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എല്ലാവരും. എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പറയണം. ഓക്കെ.